VS സുനിൽകുമാർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. VS സുനിൽകുമാർ, ഇപ്പോൾ ഈ രണ്ടുപേർ നൽകിയ ഹർജിയാണ്, ബിനോയ് എസ്, ജോഷി വട്ടം എന്നിവർ നൽകിയ ഹർജിയാണ്. അത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ആ ഹർജി നിലനിൽക്കും, വിചാരണ നേരിടേണ്ടി വരുമെന്ന് സുരേഷ് ഗോപിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൗരവതരമായ ഒരു നിയമ നടപടി എന്ന നിലയ്ക്കാണോ കാണുന്നത്? തീർച്ചയായിട്ടും ബിനോയ് ഷബീറാണ് എനിക്ക് വേണ്ടി ആ ഹർജി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഹർജിയിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കൃത്യമായ രേഖകളും തെളിവുകളും സഹിതമാണ് ഞങ്ങൾ ഹർജി കൊടുത്തിരിക്കുന്നത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് ഹർജി എന്ന് പറയുന്നത് വ്യക്തതയോട് കൂടിയിട്ടുള്ള തെളിവുകൾ അടക്കം കൊടുത്താൽ മാത്രമേ ഹർജി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരിക്കുന്ന മാനിപ്പുലേഷൻ, അത് പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ്, മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും പണം കൊടുത്തുകൊണ്ടും നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള മാനിപ്പുലേഷൻസിന്റെ എല്ലാ തരത്തിലുള്ള രേഖകളും സഹിതം കൊടുത്ത ഹർജി വിചാരണ നേരിടണം എന്ന ഹൈക്കോടതിയുടെ ഈ വിധിയെ ഞാൻ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യാണ്. സുരേഷ് ഗോപി കൊടുത്തിരുന്ന കാര്യം ഇത് അടിസ്ഥാനരഹിതമാണെന്നും അതുകൊണ്ട് ഇത് വിചാരണ ചെയ്യാതെ ഇത് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ് നിലനിൽക്കുമെന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ 2024 ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് തത്വത്തിൽ ഹൈക്കോടതി അത് അംഗീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ? ശരിയാണ്, ഇപ്പോൾ ഒന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ മതചിഹ്നം ഉപയോഗിച്ചു, മതവിഷയങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തെന്ന് വളരെ വ്യക്തമായി പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങളുടെ ഹർജിയിൽ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഹർജിയുടെ പ്രത്യേകത നമ്മൾ വെറുതെ വേഗമായിട്ട് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രം ഹൈക്കോടതി അത് അംഗീകരിക്കില്ല. ആ ഹർജിയിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ സഹിതം കൊടുത്താൽ മാത്രമേ ഹൈക്കോടതി അത് ഫയലിൽ പോലും സ്വീകരിക്കുകയുള്ളൂ. ഈ ഫയലിൽ സ്വീകരിച്ചാൽ തന്നെ അതിന്റെ വിചാരണ നേരിടേണ്ട ഘട്ടത്തിൽ എതിർ കക്ഷികൾ കൊടുക്കുന്ന വാദഗതികൾ കൂടി അംഗീകരിച്ചുകൊണ്ട് അത് വിചാരണ ചെയ്യേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന അതിന്റെ സപ്പോർട്ടിങ് എവിഡൻസ് കറക്റ്റ് ആണോ എന്ന് കോടതി പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ വിചാരണയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കടന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, അതോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള പല വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും സഹായങ്ങൾ നൽകിക്കൊണ്ടും പണം നൽകിക്കൊണ്ടും പലതരത്തിലുള്ള ഉപഹാരങ്ങൾ നൽകിക്കൊണ്ടും പല രീതിയിൽ വോട്ടർമാരെ നടത്തിയിട്ടുള്ള സ്വാധീനം ചെലുത്തി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കോടതിയിൽ മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാം ഹാജരാക്കാതെ കോടതി ഫയൽ സ്വീകരിക്കില്ല. അതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഹർജിയുടെ പ്രത്യേകത. അതാണല്ലോ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ നമുക്ക് ഏതെങ്കിലും തോൽക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രം കോടതി അംഗീകരിക്കില്ല. അപ്പോ ഞങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള മാനിപ്പുലേഷൻ മാത്രമല്ല നടന്നിരിക്കുന്നത്, പലതരത്തിലുള്ള കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള BJP നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ തുറന്നു കാട്ടാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഫലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ VS സുനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കൃത്യമായി പ്രചാരണ കാലയളവിൽ മതചിഹ്നങ്ങളും സാമുദായിക വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി പ്രചാരണം നടത്തി അതിന്റെ ദൃശ്യങ്ങളും ഡോക്യുമെന്റുകളും അടക്കം നൽകിയ പരാതിയാണ് ഇപ്പോൾ വിചാരണ തള്ളണമെന്ന് സുരേഷ് ഗോപിയുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, സുരേഷ് ഗോപിക്ക് അതിൽ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളത് വ്യക്തമാവുകയാണ്. അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വത്തിന് ഭീഷണിയുണ്ടാകുമോ? ഉറപ്പായും ലോക്സഭാംഗത്വം ഈ തെരഞ്ഞെടുപ്പ് കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭാംഗത്വത്തിന്റെ ഇത് സാധുത തീരുമാനിക്കപ്പെടുക. ലോക്സഭാംഗത്വം തന്നെയാണ് VS സുനിൽകുമാറിന് വേണ്ടി AYF നേതാവ് AS ബിനോയ് ചോദ്യം ചെയ്തത് ഹൈക്കോടതിയിൽ. AS ബിനോയിയുടെ ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഹർജി നിലനിൽക്കില്ല, ഹർജി തള്ളണം എന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി ഹൈക്കോടതി നിരാകരിക്കുകയായിരുന്നു. അത് തള്ളുകയായിരുന്നു. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച തിരിച്ചടിയാണ്. സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് കേസിൽ വിചാരണ നേരിടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസിന്റെ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. നേരത്തെ VS സുനിൽകുമാർ സൂചിപ്പിച്ചതാണ്, അതായത് ഈ കേസിൽ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും ഉൾപ്പെടെയുള്ള തെളിവുകളാണ് നൽകിയത്. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഹർജി നിലനിൽക്കും എന്ന് വ്യക്തമാക്കുന്നത്.
മതവികാരം ഇളക്കിവിട്ടാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് കേസിൽ സുരേഷ് ഗോപി വിചാരണ നേരിടേണ്ടി വരും എന്ന സുപ്രധാനമായ വിവരമാണ് ഈ സമയത്ത് പുറത്തുവരുന്നത്. സിംഗിൾ ബെഞ്ചിൽ ഉടൻ തന്നെ വിചാരണ ആരംഭിക്കും. മതചിഹ്നങ്ങൾ, സാമുദായിക വിഷയങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രചാരണം നടത്തി എന്ന കേസിലാണ് ഇപ്പോൾ കോടതി വിചാരണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.